സ്ട്രെസ് ഉണ്ടാകുന്ന ഡിഫറെൻ്റ് സിറ്റുവേഷൻസിനെ കൂടി നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതായത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സ്ട്രെസ് ഒരു മനുഷ്യനിൽ അഫക്റ്റ് ചെയ്യുന്നത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ഉദാഹരണത്തിന് ഒരു ഫസ്ട്രേറ്റിംഗ് ട്രാഫിക് ജാം. നമ്മൾ പെട്ടെന്ന് എത്തേണ്ട സ്ഥലത്ത് എത്താതെ വരികയും ട്രാഫിക് ജാമിൽ നമ്മൾ കുടുങ്ങുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ സ്ട്രെസ്. ഒരു എംപ്ലോയി ഒരു ബോസിൻ്റെ മുമ്പിൽ വളരെ ദേഷ്യത്തോടു കൂടി ബോസ് സംസാരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആ എംപ്ലോയിക്കുണ്ടാകുന്ന ആ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ നമ്മൾ ഓഫീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ ചെയ്യേണ്ടിയിരുന്ന ഒരു വർക്ക് ചെയ്യാതെ പോയതിലുണ്ടാകുന്ന പെട്ടെന്നുള്ള നമ്മുടെ ചിന്തകൾ, അതുപോലെ എന്തെങ്കിലും ഒരു ഫങ്ഷൻ നടക്കുന്ന സമയത്ത് അതിനെ വളരെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമം ചെയ്യുന്ന വേളയിലും ഒരു വ്യക്തിക്ക് അല്ലെ വ്യക്തികൾക്ക് സ്ട്രെസ് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ ആക്സിഡൻറ്റുകളിൽ ഒരാളെ ഡിമോട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഡീപ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത്, കൊളീഗ്സ് തമ്മിലുള്ള ഫൈറ്റ് ഓഫീസിൽ ഉണ്ടാകുന്ന സമയത്ത്, ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു വ്യക്തി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ കാണുന്ന സമയത്ത്, എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾ, ഒരു വ്യക്തിക്ക് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് അണ്ടർ ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികൾ നമുക്ക് ഓഫീസിൽ ഉണ്ടാകുന്ന സമയത്ത് ഓഫീസ് വർക്കിനെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യങ്ങൾ, നോയ്സി എൻവയൺമെൻറ്റ്, ലാക്ക് ഓഫ് ഫെസിലിറ്റീസ്, നമ്മൾക്ക് വേണ്ടത്ര ഫെസിലിറ്റികൾ നമ്മുടെ വർക്ക് പ്ലേസിൽ ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യം, ഇതൊക്കെ നമ്മളെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളുടെ സ്ട്രെസ് കൂട്ടുന്നതിന് സാഹചര്യം ഒരുക്കുന്നു. സ്ട്രെസ് എന്താണെന്നും സ്ട്രെസ് എന്തൊക്കെയാണ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ശാരീരിക പ്രതികൂലാവസ്ഥയെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനിയും നാം മനസ്സിലാക്കേണ്ടത് ഈ സ്ട്രെസ്സിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അത് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്ന് ഉള്ളതിനെ പറ്റിയാണ്. ഉദാഹരണമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ഓഫീസ് ജീവനക്കാരനും, അതുപോലെ തന്നെ ഒരു അധ്യാപകനോ അധ്യാപികയ്ക്കോ, അതുപോലെ തന്നെ ക്ലാസ്സിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കോ ഒക്കെ തന്നെ ഈ സ്ട്രെസ് ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ നാം കണ്ടിട്ടുണ്ട്, ക്ലാസ്സുകളിൽ അധ്യാപകർ കുട്ടികളെ സ്റ്റാൻഡപ്പ്, സിറ്റ് ഡൗൺ, ഹാൻഡ്സപ്പ് ഒക്കെ പറഞ്ഞ് ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യിക്കുന്നതിലൂടെ ഒരു പരിധി വരെ അവരുടെ സ്ട്രെസ് റിലീസ് ചെയ്യുന്നതിന് കുട്ടികൾക്ക് സാധിക്കുന്നു. അതിലൂടെ അധ്യാപകർക്ക് അവരുടെ ടോപ്പിക്കിലേക്ക് എത്തുന്നതിനും അത് സഹായകമാകുന്നു. ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയോ എക്സാമിനേഷന് അപ്പിയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയോ ആകട്ടെ, സ്ട്രെസ് റിലീസ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ കൈകൾ രണ്ടും ഷോൾഡറിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട്
കഴുത്ത് അല്പം, കഴുത്തും തലയും അല്പം പുറകിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് അല്പം മുകളിലേക്ക് വിഷൻ കൊടുത്തുകൊണ്ട് ഡീപ്പ് ബ്രീത്ത് എടുത്ത് ദീർഘശ്വാസമെടുത്ത് കുറച്ചു നേരം അത് പിടിച്ച് പതുക്കെ അത് പുറത്തേക്ക് വിടുകയും അത് 4-5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ സ്ട്രെസ്സ് ഒരു നല്ല പരിധി വരെ റിലീസ് ചെയ്യുവാൻ, കുറയ്ക്കുവാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ആൻഡ് സഫറിങ്സ്, അതായത് സ്ട്രെസ്സിനെ എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള വിഷയത്തിലേക്ക് നാം കടക്കുകയാണ്. ഇത് 4 രീതിയിൽ നമുക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രാവർത്തികമാക്കാം. അതായത് സ്ട്രെസ്സിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സ്ട്രെസ്സിനെ ഒരിക്കലും നമുക്ക് നമ്മളിലേക്ക് വരാതിരിക്കാൻ നമുക്ക് നിർദ്ദേശം കൊടുക്കാൻ സാധിക്കുകയില്ല. കാരണം ഇത് എല്ലാവർക്കും സഹജമാണ്, അത് വന്നുകൊണ്ടിരിക്കും. അതിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ, അല്ലെങ്കിൽ മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് 4 ഡയമെൻഷനിലൂടെ നമുക്ക് പ്രാവർത്തികമാക്കാം. ഒന്ന് സ്പിരിച്വൽ ഡയമെൻഷൻ, മറ്റൊന്ന് മെൻ്റൽ ഡയമെൻഷൻ, മൂന്നാമത് എമോഷണൽ ഡയമെൻഷൻ, നാലാമത് ഫിസിക്കൽ ഡയമെൻഷൻ. നമുക്ക് അത് ഓരോന്നിനെ പറ്റിയും നമുക്ക് പ്രതിപാദിക്കാം. അതിൽ സ്പിരിച്വൽ ഡയമെൻഷനിൽ പ്രധാനമായും പറയാനുള്ളത് പ്രയർ, മെഡിറ്റേഷൻ, ഫോർഗീവ്നെസ്, ഫെയ്ത്ത് എന്നിവയാണ്. അതായത് പ്രാർത്ഥന, മെഡിറ്റേഷൻ, ഫോർഗീവ്നെസ്, മറ്റുള്ളവരുടെ തെറ്റുകളെ ക്ഷമിക്കുക, അതുപോലെ ഫെയ്ത്ത്, ആത്മവിശ്വാസം, അതുപോലെ തന്നെ വിശ്വാസം. പ്രയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് ഏത് ജാതിയാകട്ടെ മതമാകട്ടെ, നമ്മൾ ഒരു സൂപ്പർ നാച്ചുറൽ പവറുമായിട്ട് നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു പ്രക്രിയയാണ് പ്രയർ. നമ്മളുടെ എല്ലാ വികാരങ്ങളും പ്രശ്നങ്ങളും ആ സൂപ്പർ നാച്ചുറൽ പവറിൽ ജഗദീശനെന്നോ അള്ളാ എന്നോ ജീസസ് എന്നോ ഒക്കെ നമ്മൾ വിളിക്കുന്ന ആ ശക്തിയിലേക്ക് നമ്മൾ അർപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രാർത്ഥന എന്ന് പറയുന്ന ഈ വലിയ ആയുധം. അതായത് സ്ട്രെസ് മാനേജ്മെൻറ്റിലെ ഏറ്റവും വലിയ ആയുധമെന്നാണ് പ്രയറിനെ അല്ലെങ്കിൽ പ്രാർത്ഥനയെ വിശേഷിപ്പിക്കുന്നത്. വളരെ എഫക്റ്റീവ് വേ ആണിത്. ഇത് നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആയാസം നൽകുകയും നമ്മളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ലഘൂകരിക്കുന്നതിനും നമ്മളെ സഹായിക്കുന്നു. സ്പിരിച്വൽ ഡയമെൻഷനിൽ രണ്ടാമത്തേത് മെഡിറ്റേഷൻ അഥവാ ധ്യാനമാണ്. ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ്. ക്വയറ്റനിങ് ഓഫ് ദ മൈൻഡ് ത്രൂ ബ്രെയിൻ. Meditation has beneficial effects
ഓൺ അവർ ബോഡി ആൻഡ് മൈൻഡ്. മെഡിറ്റേഷനിലൂടെ നമ്മളുടെ ശരീരം റിലാക്സ് ചെയ്യുന്നതിനും മനസ്സ് ശാന്തമാക്കുന്നതിനും നമുക്ക് സാധ്യമാകുന്നു. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശാന്തമാക്കാൻ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് റുട്ടീനായി രാവിലെയോ വൈകുന്നേരമോ കുറച്ച് സമയം 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെയെങ്കിലും ഈ മെഡിറ്റേഷൻ സാധ്യമാക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ അവർക്ക് സ്ട്രെസ്സിൽ നിന്നും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.